എന്നിട്ടുണ്ടൊരു പരിപാടി അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്, അവകാശ സമരം സിന്ദാബാദ്. ലാത്തിക്കുള്ളിൽ പോലീസംഘങ്ങൾ, ലാത്തിക്കുള്ളിൽ പോലീസംഘങ്ങൾ, ലാത്തിക്കുള്ളിൽ പോലീസംഘങ്ങൾ, ലാത്തിക്കുള്ളിൽ പോലീസംഘങ്ങൾ. നിയമങ്ങൾ പാലിക്കോ, നിയമങ്ങൾ പാലിക്കോ. കാക്കിക്കുള്ളിൽ കോൺഗ്രസ് സംഘങ്ങൾ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് സംഘങ്ങൾ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് സംഘങ്ങൾ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് സംഘങ്ങൾ, കാക്കിക്കുള്ളിൽ എൻസിപി അംഗങ്ങൾ, കാക്കിക്കുള്ളിൽ എൻസിപി അംഗങ്ങൾ, കാക്കിക്കുള്ളിൽ എൻസിപി അംഗങ്ങൾ, കാക്കിക്കുള്ളിൽ എൻസിപി അംഗങ്ങൾ. നിയമം ഞങ്ങൾ ലംഘിക്കും, നിയമം ഞങ്ങൾ ലംഘിക്കും, നിയമം ഞങ്ങൾ ലംഘിക്കും, നിയമം ഞങ്ങൾ ലംഘിക്കും. ആരിത് പറയുന്നറിയാലോ, ആരിത് പറയുന്നറിയാലോ, ആരിത് പറയുന്നറിയാലോ, ആരിത് പറയുന്നറിയാലോ. അനവധി നിരവധി സമരമുഖത്ത്, അനവധി നിരവധി സമരമുഖത്ത്, അനവധി നിരവധി സമരമുഖത്ത്, അനവധി നിരവധി സമരമുഖത്ത് നീന്തി കേറിയ പ്രസ്ഥാനം, നീന്തി കേറിയ പ്രസ്ഥാനം, നീന്തി കേറിയ പ്രസ്ഥാനം, നീന്തി കേറിയ പ്രസ്ഥാനം. എന്തിന് പോലീസ്, ലാത്തി എന്തിന് പോലീസ്, ലാത്തി എന്തിന് പോലീസ്, ലാത്തി എന്തിന് പോലീസ്, ലാത്തി എന്തിന് പോലീസ്. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ. നിയമം ഞങ്ങൾ പാലിക്കാം, നിയമം ഞങ്ങൾ പാലിക്കാം. കാക്കിക്കുള്ളിൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റെല്ലാവർക്കും തന്നെ ആദ്യമായി തന്നെ ഞാൻ മറ്റു കാര്യപരിപാടി പറയുന്നത് CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഷെരീഫ് ഖാനെ സ്വാഗതം ചെയ്യും. നമ്മളിന്ന് പഞ്ചായത്തിലേക്ക് വെച്ച ഈ സമരത്തിൻ്റെ ഉദ്ദേശം നമുക്ക് നമ്മുടെ ദ്വീപിൽ മറ്റ് ദ്വീപുകളിൽ നിന്ന് വരുന്ന രോഗികൾ ഇത്ര ഹോസ്പിറ്റലിൽ ആശ്രയിച്ച് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന മരുന്നുകൾ വേണ്ടത്ര ട്രീറ്റ്മെൻറ്റുകൾ കിട്ടാതെ അവർ സങ്കടത്തോടുകൂടി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇക്ര ഹോസ്പിറ്റലിലുള്ളത്. അതുപോലെ തന്നെ വാർഡുകളിലും റൂമുകളിലും AC-കളില്ല. എല്ലാ ഡോക്ടർമാരുടെ റൂമുകളിലും മാനേജറിൻ്റെ റൂമിലും ഒരു AC-ക്കും ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല. പക്ഷേ സാധാരണക്കാർ കിടക്കുന്ന വാർഡുകളിലും സാധാരണക്കാർ കിടക്കുന്ന റൂമുകളിലും ഒരിക്കലും AC പ്രവർത്തിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് RGHS-ൽ കാണുന്നത്. പക്ഷേ അവരുടെ ഡോക്ടർമാരുടെ റൂമുകളിൽ ഇതുവരെ ആയിട്ടും AC-ക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇതിനെതിരെ പ്രതികരിക്കുവാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവില്ല. നമ്മൾ കുറഞ്ഞ സഖാക്കൾ, നമ്മൾ ഈ 11 വിരലിലെണ്ണാവുന്ന 11 സഖാക്കൾക്ക് മാത്രമാണ് നെട്ടലുള്ളതെന്നുള്ള കാര്യം ഈ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നിവേദനത്തിൽ കൊടുക്കുന്നുണ്ട് സഖാക്കളെ, നമ്മുടെ നിവേദനത്തിൽ തകരാറിലായ റോഡുകൾ, ഈസ്റ്റേൺ റോഡും അതുപോലെ തന്നെ എയർപോർട്ട് റോഡുകളും നമുക്ക് ശരിയാക്കി തരണമെന്ന് നമ്മൾ ഈ പഞ്ചായത്തിന്റെ നിവേദനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഫിഷ് മാർക്കറ്റ് എത്രയും പെട്ടെന്ന് ഫിഷ് മാർക്കറ്റ് അഗത്തിയിൽ സ്ഥാപിക്കണമെന്നും നമ്മുടെ ഈ നിവേദനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടിക്കിടന്നിരിക്കുന്ന ഐസ് പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുവാനും അത് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ഐസ് കൊടുത്ത് അവരെ മത്സ്യമേഖലയിൽ മെച്ചപ്പെടുത്തുവാനും പഞ്ചായത്തും വേണ്ടപ്പെട്ട അധികാരികളും ഇവിടുത്തെ
കംപ്ലൈന്റ് ഉണ്ട്. അറ്റകുറ്റപ്പണികൾ മാറ്റി ഇങ്ങനെ ശരിയാക്കുന്നതാണ്. പരിഹാരം കാണണമെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെ പരിഹാരം കാണണമെന്ന്